നമസ്കാരം കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മാത്സ് ക്ലാസ് 10ാം ക്ലാസ്സിന്റെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്റർ ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിൽ നമ്മൾ തുടങ്ങിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിരുന്നു. ഓരോ സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബീജഗണിത രൂപം എഴുതുന്ന മെത്തേഡ് ആയിരുന്നു. അതിലെ 2 എണ്ണം സബ് ക്വസ്റ്റ്യനിൽ വരുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ, അവയുടെ സീക്വൻസ് എഴുതുക. അതുപോലെ തന്നെ അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ തുടങ്ങിയാലോ. ഫസ്റ്റ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അതിൽ നിന്നും എൻഡിങ് 1, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളെ എഴുതുക. നാച്ചുറൽ നമ്പേഴ്സിനെ എഴുതാനാണ് പറയുന്നത്. ഒന്നിൽ അവസാനിക്കുന്നത് ഏതൊക്കെയാണ്? 1, 11, 21, 31, 41 etc. അങ്ങനെ നമ്പർ വരുന്നു അല്ലെ. 1, 11, 21, 31, 41. ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്നത് പോലെ തന്നെ നോക്കാം. ഇതിലെ ഫസ്റ്റ് ടേം അല്ലെ, ഇതെല്ലാം ഓരോ പദങ്ങൾ എന്നാണ് സൂചിപ്പിക്കുക. അതുപോലെ അതിന്റെ പൊസിഷനെയും എഴുതുക, ടേംസിനെയും എഴുതുക. പൊസിഷൻ ആൻഡ് ടേംസ്. അപ്പൊ ഫസ്റ്റ് x1, ഒന്നാം പദം. ഒന്നാമത്തെ പൊസിഷനിലുള്ളത് ആരാണ്? 1. x2, രണ്ടാമത്തെ പൊസിഷനിലുള്ളത് സെക്കൻഡ് ടേം ഏതാണ്? 11. x3, 21. x4, 31. ക്ലിയർ? ഇങ്ങനെ എഴുതി പോവുക. ഇനി ഇതിനെ നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി എഴുതേണ്ടതുണ്ട്. ഒന്നാമത്തെ പൊസിഷൻ ആദ്യം എഴുതി വയ്ക്കുക. ഒന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ ടേംസ് ഏതാണ്? 1. രണ്ടാമത്തെ പൊസിഷനിലുള്ളത് 11. മൂന്നാമത്തെ പൊസിഷനില് 21. നാലാമത്തെ പൊസിഷനിലുള്ളത് 31. സോ ഓൺ. ക്ലിയർ? ഇനി ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത്. x1, x2, x3, x4. ഇതില് ഈ ഒരു ടേംസിന്റെ ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. ഒന്നിനോട് കൂടി എത്ര ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കോമൺ ആയിട്ട് വരുന്ന ആ കോൺസ്റ്റന്റ് വാല്യൂ ഏതെന്നുള്ളത് നോക്കുക. കോമൺ ഡിഫറൻസ്. ഈ ഒരു ഈ ടേംസിന്റെ റോ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 10 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? 1 into 10. 1 into 10. ഈ ഒരു പാറ്റേൺ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവയുടെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എത്രയെന്നുള്ളത് ഈ ഒരു പാറ്റേണിൽ നമുക്ക് ക്ലിയർ ആവുന്നതാണ്. കോമൺ ഡിഫറൻസ് 1 into 10 10 ആണ് അല്ലെ. ആ 10 1ലേക്ക് എത്തിക്കണം. അപ്പൊ എന്താ ചെയ്യാ? 10ൽ നിന്നും എത്ര കുറച്ചാ മതി? 9. ഇതിവിടെ ഈ ഒരു ഫസ്റ്റ് ടേമിൽ മാത്രം സക്സസ് ആയാൽ മതിയോ? ഈ ഒരു റൂള് അല്ല. പോകെയുള്ള ടേംസിലെല്ലാം ഈ ഒരു കാര്യം ഇങ്ങനെ ക്ലിയർ ആയി വന്നാലേ, ശരിയായി വന്നാലേ നമ്മൾ പറയുന്ന ആ ഒരു റൂള് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഇവിടെ ശരിയാവുള്ളൂ അല്ലെ, കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ഫസ്റ്റ് ടേമിലുള്ളത് കോമൺ ഡിഫറൻസ് നോക്കി 10 ആണ്. 1 into 10 10 ആണ്. നമുക്ക് കിട്ടേണ്ടത് 1ലേക്കാണ് എത്തേണ്ടത്. ആ 10ൽ നിന്നും 9 മൈനസ് ചെയ്താൽ 1 ആയി. അവിടെ ക്ലിയർ ആയി, അത് അവിടെ കഴിഞ്ഞു. അടുത്തത് 2 into 10 20. 20 ആണ് അവിടെ വന്നത്? അല്ല, അവിടെ വന്നിട്ടുള്ളത് 11 ആണ് അല്ലെ. 11 ആണ്. 11 എന്ന എണ്ണൽ സംഖ്യയാണ്. ആ 11ലേക്ക് 20ൽ നിന്നും 11ലേക്ക് എത്തണമെങ്കിൽ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക? കുറയ്ക്കണം. എത്ര വെച്ച് കുറയ്ക്കണം? 9. സെയിം. 9 കുറച്ചാൽ എത്ര കിട്ടുക? 11. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് 21 ആണ്.
മൂന്നാമത്തെ പൊസിഷനിലുള്ള ടേംസ് എത്രയാണ്? പദം 21. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ 3 × 10 30 30 അല്ലേ? 30 ആണോ ഇവിടെ? അല്ല, 21 ആണ്. അപ്പോൾ 30 21ലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? -9 കുറച്ചാൽ മതി. അപ്പോൾ 21 കിട്ടി. നെക്സ്റ്റ് ടേം, നെക്സ്റ്റ് പൊസിഷൻ 4th ആണ്. ടേംസ് 31 ആണ് അല്ലേ? സ്ഥാനം 4ാമത് വരുന്ന സ്ഥാനാണ്. അതിന്റെ നമ്പർ ടേംസ് 4ാം പദം 31 ആണ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 10 തന്നെയാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് പൊതുവ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചു. 40 കിട്ടുന്നത്. ഇവിടെ 40 ആണോ? അല്ല, 31ലേക്ക് എത്തണം. അപ്പൊ കുറയ്ക്കുക വേണ്ടത്. എത്ര വെച്ച് കുറയ്ക്കണം? 9. 40ൽ നിന്നും എത്ര കുറച്ചാലാണ് 31? 40ൽ നിന്നും 9 എന്ന സംഖ്യ കുറയ്ക്കുമ്പോഴാണ് 31. അപ്പൊ അതും അവിടെ ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ഈ പറയുന്നത്, ഈ പറഞ്ഞൊരു എന്താ പറയാ, ഈ ഒരു കാര്യം ഇവിടെ ശരിയായി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ x1 × 10 - 9 = 1, x2 × 10 - 9 = 11, x3 × 10 - 9 = 21, x4 × 10 - 9 = 31. സോ xn, അങ്ങനെയെങ്കിൽ nth ടേമിന്റെ റിസൾട്ട് എന്തായിരിക്കും? xn = ഇതെല്ലാം n-ാം പദങ്ങളാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? n, അതിനൊക്കെ n ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. n × 10 - 9 എന്ന് പറഞ്ഞൂടെ? x1 ഇങ്ങനെയാണ്, x2 ഇങ്ങനെ, x3 this is, x4. So xn = therefore xn = n × 10 - 9 എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പൊ അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൾജിബ്രായിക് എക്സ്പ്രഷൻ മീൻസ് n-ാം പദം = n × 10. n × 10 ഒന്നും കൂടെ നമുക്ക് ചെറുതാക്കി എഴുതാം അല്ലേ? 10n - 9. xn = 10n - 9 എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഒന്നിൽ അവസാനിക്കുന്ന ഈ ഒരു സീക്വൻസ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? xn = 10n - 9 എന്നതാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം, അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. അടുത്തതായി പറയുന്നത് the sequence of natural numbers ending 1 or 6 ആണ് കേട്ടോ. ഇത് നമ്മൾ ഇതിന്റെ മുന്നേ ഇതേപോലെ തന്നെ സീക്വൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ സീക്വൻസ് എഴുതുന്നതല്ല കാര്യം, അവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തെന്നത് എഴുതണം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാല്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് 1 or 6. നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതണം. എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതേണ്ടത്? 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് ടേം? 1ലോ 6ലോ. അപ്പൊ 1 6. ഇനി അടുത്തത് വരുന്നതോ? 1 എഴുതി, 6 എഴുതി, 11, 16, 21, 26 അല്ലെ? 1ലോ 6ലോ അവസാനിക്കുന്ന സീക്വൻസ് നമ്പേഴ്സിന്റെ സീക്വൻസ് ശ്രേണി അത് എഴുതി കഴിഞ്ഞു അല്ലെ? അങ്ങനെയെങ്കിൽ ആ സീക്വൻസ് നമ്മളോട് പറഞ്ഞ പ്രകാരം നമ്മൾ എഴുതി, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ പാറ്റേണിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള, മനസ്സിലായിട്ട് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിലെ കോമൺ ഡിഫറൻസ് ഒരു പ്രത്യേക അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അതല്ലേ? ഒരു പ്രത്യേക കോൺസ്റ്റന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. എത്രയാണ് ആ കോൺസ്റ്റന്റ് വാല്യൂ അഥവാ കോമൺ ഡിഫറൻസ്? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 6. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? ഏതൊരു പദത്തിൽ നിന്നും തൊട്ടു പുറകെ കിടക്കുന്ന പദം കുറച്ചാൽ മതി. അപ്പോൾ കിട്ടുന്നതാണ് ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഇവിടെ 6ൽ നിന്നും 1 കുറച്ച് എത്രയാ? 5.
11 നിന്ന് 6 കുറച്ച് എത്രയാ 5 തന്നെ അല്ലേ. സ്ഥിരമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ തന്നെയാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് പോയിട്ട് ഈ ഒരു സീക്വൻസിനെ എഴുതിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിലെല്ലാറ്റിലും കോമൺ ഡിഫറൻസ് എന്ത് തന്നെയാണ് 5 ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ആ സീക്വൻസിനെ എഴുതി വെച്ചു. ഇനി നമുക്ക് x1 എഴുതിക്കൂടെ. x1 is equal to 1, x2 is equal to 6, രണ്ടാം പദം 6, മൂന്നാം പദം 11, നാലാം പദം 16. ഇത്ര എഴുതിയാൽ മതി. ഏകദേശം ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു മോഡുലേഷൻ, അതായത് അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്ര എഴുതി. ഇനി ഇതിലെ പദങ്ങളെ ആ പൊസിഷനെ ടേമിനായിട്ട് മാറ്റി എഴുതാം. 1 1, 2 6, 3 11, 4 16. ഇവിടെ ഈ ഒരു ടേംസിന്റെ ആ ഒരു ക്രമം മനസ്സിലാക്കുക. ഇവിടെ എത്രയാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്? 5 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഗുണിച്ചു. ഒരു 5, 1 ഗുണിക്കണം 5 5 ആണല്ലോ. ഇവിടെ 5 ആണോ? അല്ല, 1 ആണ്. 5ൽ നിന്നും 1ലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ 5ൽ നിന്നും 4 മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? 1. അപ്പൊ അതങ്ങനെ എഴുതി. അത് അവിടെ തന്നെ ശരിയായാൽ മതിയോ? അല്ല, നമ്മുടെ x1, x2, x3, x4 എക്സെട്ര ഈ ഒരു പാറ്റേണിലും കൂടെ അത് വർക്ക്ഔട്ട് ആവേണ്ടിയിരിക്കുന്നു അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. 2 into 5 10, minus 4 is equal to 6. 3 into 5 15, minus 4 is equal to 11. 4 into 5 20, 20 minus 4 is equal to 60. ക്ലിയർ? കണ്ടില്ലേ? ആ ഒരു പാറ്റേണ് നമ്മളിപ്പോ ഈ പറഞ്ഞൊരു കാര്യം അവിടെ വർക്ക്ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ശരി, എല്ലാ ടേംസിലും അത് ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ x1 is equal to 1 into 5 അല്ലെ. 1 into 5 minus 4 is equal to 1. 2 into 5 minus 4 is equal to 6. ഇതെല്ലാം x1, x2, x3, x4. അങ്ങനെയെങ്കിൽ xn is equal to എന്തെഴുതാം? ഇതിനെല്ലാം n ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. xn is equal to n into 5. 5 minus 4 ഇങ്ങനെ എഴുതിക്കൂടെ? xn is equal to n into 5 minus 4 എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം പദങ്ങളെ പൊസിഷനും ടേംസും മാറ്റി വേർതിരിച്ചെഴുതി അതിൽ നിന്നും നമ്മൾ ആ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്തുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ കിട്ടിയതിന് ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഒന്നുകൊണ്ട് ചെറുതാക്കാം അല്ലെ. n into 5 is equal to 5n minus 4. ഇതാണ് നമ്മളുടെ 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസുകൾ എഴുതി അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപം ഇതാണ്. 5n minus 4. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലത്തില് നമ്മളുടെ റെഗുലർ പോളിഗണിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. അതിന്റെ റെഗുലർ പോളിഗൺ ഏതൊക്കെയാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ വീഡിയോകളിൽ ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ അത്രയും ലൈറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് ഓരോ വീഡിയോയിലുണ്ട്. ക്ഷമിക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഫോർ ദ സീക്വൻസസ് ഓഫ് regular polygon starting with an equilateral triangle, write the algebraic expression for the sequence of the sum of interior angles, the sum of exterior angles, the measure of an interior angles and the measure of an exterior angles. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് റെഗുലർ പോളിഗൺസ്. എങ്ങനെയുള്ള റെഗുലർ പോളിഗൺസ്? ഏതിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? റെഗുലർ പോളിഗൺസ്
ട്രയാങ്കിൾ, ഈക്വലേറ്റർ ട്രയാങ്കിളിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റെഗുലർ പോളിഗണിന്റെ അകക്കോണുകളുടെ സമ്മിന്റെ സീക്വൻസ് കണ്ടെത്തണം. അതുപോലെ പുറംകോണുകളുടെ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സമ്മുകളുടെ സീക്വൻസ് കണ്ടെത്തണം. അതേപോലെ തന്നെ ഒരു അകക്കോണുകളുടെ അളവുകളുടെ സീക്വൻസ്, ഒരു പുറംകോണുകളുടെ അളവുകളുടെ സീക്വൻസ്, ഇവയെല്ലാം കണ്ടെത്തി കഴിഞ്ഞ് അവയ്ക്കുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രോബ്ലം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ റെഗുലർ പോളിഗൺസിനെ ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ഒരു സീക്വൻസ് ആദ്യം ഒന്ന് വരച്ചു വെക്കുക. റെഗുലർ പോളിഗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ നിന്നുമാണ്. അതായത് സമഭുജ ത്രികോണം, ഈക്വലേറ്റർ ട്രയാങ്കിൾ, പിന്നെ വരുന്നത് ചതുർഭുജം, പിന്നെ വരുന്നത് പഞ്ചഭുജം അല്ലെ, പെന്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഇങ്ങനെ പോകുന്നു നമ്മളുടെ റെഗുലർ പോളിഗൺസ്. അപ്പൊ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, പിന്നെയുള്ളതോ സമചതുരം, പിന്നെ പെന്റഗൺ, പിന്നെ ഹെക്സഗൺ, അങ്ങനെ പോകുന്നു. ഇവിടേക്കുള്ള പ്രത്യേകത എന്താണ്? കോണുകൾ തുല്യമാണ്, വശങ്ങൾ തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ദ റെഗുലർ പോളിഗൺസ്. ക്ലിയർ? റെഗുലർ പോളിഗൺ. ഈ റെഗുലർ പോളിഗൺ സമഭുജ ത്രികോണത്തിൽ നിന്ന് തുടങ്ങുന്ന റെഗുലർ പോളിഗണുകളുടെ അകക്കോണുകളുടെ തുകയും പുറംകോണുകളുടെ തുക, അതുപോലെ ഒരു അകക്കോണ് അതിന്റെ അളവ്, അതിൽ നിന്നുള്ള സീക്വൻസ്, ഒരു പുറംകോണുകൾ മുതലുള്ള സീക്വൻസ് എന്നിവ കണ്ടെത്തി അവയ്ക്കുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ഇതിന് എത്ര വശമുണ്ട്? സൈഡ്സ് 3, ഇവിടെ 4, ഇവിടെ 5, 6, 7, അങ്ങനെ പോകും. അത് നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ ഒരു റെഗുലർ പോളിഗണിന്റെ സീക്വൻസ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ വശങ്ങളുടെ ആ ഒരു പാറ്റേൺ വരുന്നത്. 3, 4, 5, 6, 7, so on. ക്ലിയർ? ഇനി ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദ സീക്വൻസ് ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. എന്താണ്? സം ഓഫ് ദ സീക്വൻസ് ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ്. അകക്കോണുകളുടെ സമ്മുകളുടെ സീക്വൻസ് എഴുതണം. അപ്പൊ എന്താണ് അകക്കോണുകളുടെ സമ്മുകളുടെ? ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഒരു പ്രത്യേകത എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈക്വലേറ്റർ ട്രയാങ്കിൾ മീൻസ് സമഭുജ ത്രികോണം, സമമായ ഭുജമുള്ളത്, സമമായ വശങ്ങളുള്ള ത്രികോണം. അതുപോലെ തന്നെ കോണുകളും സമമായിട്ടുള്ള ഒരു ഫിഗറാണ് ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ. എത്രയായിരിക്കും അവയുടെ ആംഗിള്? വൺ ആംഗിൾ ഈസ് 60 ഡിഗ്രി അല്ലെ? ഒരു കോണ് 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഓരോ കോണുകളും എത്രയായിരിക്കും? 60, 60, 60. അങ്ങനെയുള്ള ത്രികോണമാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ അവയുടെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോൺ 60, 60, 60. അപ്പൊ എത്ര കിട്ടിയത്? സമ്മ്. എങ്ങനെയാ അത് കാണുക? ഇന്റീരിയർ ആംഗിളുകളുടെ അളവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സമ്മ് കണ്ടെത്തുന്നത് n-2 × 180 എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലെ? n-2 × 180. ഏത് പോളിഗൺ ഏത് റെഗുലർ പോളിഗൺ ആയാലും അല്ലെ, ഏത് ഫിഗർ ആണെങ്കിലും അവയുടെ അകക്കോണുകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷനാണ് n-2 × 180. n മീൻസ് സൈഡ്സ്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 3. എന്നിന്റെ അവിടെ ഇപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ഈക്വലേറ്ററൽ ട്രയാങ്കിളിനെയാണ്. സമഭുജ ത്രികോണത്തെ കൺസിഡർ ചെയ്താൽ അവയുടെ n എത്രയാണ്? 3. 3 വശമുണ്ട്. -2 × 180. 3 - 2 = 1. 1 × 180. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1 × 180 = 180. അപ്പോ ഇന്റീരിയർ ആംഗിളുകളുടെ സമ്മ് എത്രയാണ്? ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ 180. ഇനി ഇവിടെ സ്ക്വയറിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? സ്ക്വയറിൽ എത്രയുള്ളത്?
വശങ്ങൾ 4. 4 മൈനസ് 2 ഇൻറ്റു 180. 4 മൈനസ് 2 ഈസ് ഇക്വൽ ടു 2. 2 ഇൻറ്റു 180 ഈസ് ഇക്വൽ ടു 360. 360. 360 ആണ് സ്ക്വയറിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സമ്മം. ഇനി അത് കഴിഞ്ഞു. ഇനി പെന്റഗൺ സമപഞ്ചഭുജം അല്ലെ. n മൈനസ് 2 ഇൻറ്റു 180. സൈഡ് എത്രയുണ്ട്? 5. 5 മൈനസ് 2 ഇൻറ്റു 180. 5 മൈനസ് 2 ഈസ് ഇക്വൽ ടു 3. 3 ഇൻറ്റു 180 ഈസ് ഇക്വൽ ടു 540. 540. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യാം. ഹെക്സഗൺ 6 മൈനസ് 2. 6 minus 2 is equal to 4. 4 into 180 is equal to 720. അതങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സീക്വൻസ് കിട്ടി. എന്തിന്റെ സീക്വൻസ്? സം ഓഫ് ദ സീക്വൻസ് ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. സം ഓഫ് ദ സീക്വൻസ് ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ്. അകക്കോണുകളുടെ സമ്മിന്റെ സീക്വൻസ് കിട്ടി. ഇതിങ്ങനെ കിട്ടിയാൽ മതിയോ? അവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഓരോ പദങ്ങളാണ്. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം. ക്ലിയർ? അതിനെങ്ങനെ മാറ്റി എഴുതാൻ? സാധാരണ എഴുതുന്നത് പോലെ തന്നെ. x1 is equal to 180, x2 is equal to 360, x3 is equal to 540. ഇനി അതിനെ ഒന്നിട്ട് മാറ്റി എഴുതാം. 180 to 360 3 540. ഇപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം നോക്കുക. നമ്മള് എത്ര വെച്ചിട്ടാണ് ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? 180 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 180 കൊടുത്തു നോക്കാം. ഒരു 180 2 ഇൻറ്റു 180 360. 3 ഇൻറ്റു 180 540. അങ്ങനെയെങ്കിൽ x1 is equal to ഇങ്ങനെ, x2 x3. അങ്ങനെയെങ്കിൽ xn is equal to n into 180. n into 180. xn is equal to n into 180. അതിനെ ചെറുതാക്കുമ്പോൾ എങ്ങനെ പറയാം? 180 n എന്ന് കിട്ടും. അപ്പോ ഈ ഒരു ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മുകളുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ, ആ ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? xn is equal to 180n എന്നാണ്. അപ്പൊ അകക്കോണുകളുടെ തുകകളുടെ എന്താണ് സീക്വൻസ് എഴുതി, അവയുടെ ബീജഗണിത രൂപം എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 180n എന്നാണ് കിട്ടിയത്. ഇത്രയും ഭാഗം മനസ്സിലായോ? അങ്ങനെ ഇന്റീരിയർ ആംഗിളുകളുടെ സമ്മിന്റെ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തത് സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ്. പുറം കോണുകളുടെ, ബാഹ്യ കോണുകളുടെ സമ്മുകളുടെ സീക്വൻസ് എഴുതണം. അപ്പൊ പുറം കോണൊക്കെ എഴുതാൻ അറിയാലോ. ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്താൽ എന്താണ്? ഇവിടെ 60 എന്ന് പറഞ്ഞു അല്ലെ. 60 ഡിഗ്രി ഈച്ച് ഇൻ ഈക്വലേറ്റർ ട്രയാങ്കിൾസ്. ഈക്വലേറ്റർ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓരോ കോണും 60 ഡിഗ്രി വീതം ആയിരിക്കും. ഇവിടെ ഈ ഒരു വരയിൽ തന്നെ 2 കോണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലീനിയർ പെയേഴ്സ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120. ഇതൊക്കെ കുറെ മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കോണുകളെയാണ് പുറം കോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ 120 120 120 ഈക്വൽ ടു 360. അപ്പൊ എല്ലാ റെഗുലർ പോളിഗണുകളുടെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈക്വലേറ്റർ ട്രയാങ്കിളില് നമ്മളിപ്പോ കണ്ടത് എന്താ? 360 ഡിഗ്രി. ഇവിടെ നോക്കി നോക്കൂ. സമചതുരത്തില് 90 90 90 90 490. അത് അകക്കോണുകളുടെ കാര്യത്തില്. പുറം കോണുകളുടെ ആവുമ്പോഴോ ഇവിടെ 90 ആണെങ്കിൽ പുറം കോണ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ പുറം കോണുകള് ഇവിടെ 90 ആയാൽ ഇവിടെ 90 90 90 180 കൂട്ടിയ 180 കിട്ടണം. അതാണ് ലീനിയർ പെയേഴ്സ് ആണല്ലോ. ഇവിടെ 90 അകക്കോണ്, അപ്പൊ പുറം കോണും 90.
അങ്ങനെ 4 19 ചേരുമ്പോൾ എന്തായി 360. ചുരുക്കി പറഞ്ഞാൽ റെഗുലർ പോളിഗണുകളുടെ പുറംകോണുകളുടെ തുക എല്ലാറ്റിന്റെ എത്ര തന്നെയാണ് 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 360 360 360 സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാം 360 തന്നെ. എന്നാലും നമുക്ക് കാണേണ്ടതുണ്ട് അല്ലെ. 360 ആകുമ്പോൾ നമുക്ക് സംശയമില്ല അവയുടെ ബീജഗണിത രൂപം എങ്ങനെ തന്നെ പറയാം 360 എന്ന് തന്നെ പറയാം. xn is equal to 360. പിന്നെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. xn is equal to 360. അപ്പൊ അതും കഴിഞ്ഞു. 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ്, സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ്, അവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പൊ ആ രണ്ടെണ്ണത്തിന്റെയും ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഒരു ഇന്റീരിയർ ആംഗിളുകളുടെ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതണം. ഇപ്പോ ഫസ്റ്റ് വൺ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണല്ലോ. ഈ ഈക്വലേറ്റർ ട്രയാങ്കിളിലെ ഒരു അകക്കോണിന്റെ അളവ് എഴുതി വെക്കുക. അതുപോലെ അടുത്ത പോളിഗണിലെ ഒരു അകക്കോണിന്റെ അളവ് ഇവിടെ 60, ഇവിടെ 90 അല്ലെ, അങ്ങനെ പോകുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്താറ്? എങ്ങനെയാണ് നമുക്ക് ആ ഒരു അകക്കോണ് കിട്ടുന്നത്? അതിന്റെ ശ്രേണി എന്ന് പറയുന്നത് സമ്മ് ഡിവൈഡഡ് ബൈ സൈഡ്സ് അല്ലെ. അപ്പോ ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് റെഗുലർ പോളിഗണിലെ അകക്കോണുകളുടെ സീക്വൻസ്. റെഗുലർ പോളിഗണിലെ അകക്കോണുകളുടെ സീക്വൻസ് സമ്മല്ല, ഒരു കോണിന്റെ അളവാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് മൊത്തത്തിലുള്ള സമ്മ എത്രയാണ് 180. ട്രയാങ്കിളിന്റെ കാര്യത്തിൽ കേട്ടോ, ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ കാര്യത്തില് 3 കോണുകളുടെയും തുക 180. 180ന് എത്ര വശങ്ങളുണ്ട്? 3 കൊണ്ട് കോണുകളുടെ നമുക്ക് ഒരു കോണിന്റെ അളവാ കിട്ടേണ്ടത്. അപ്പൊ 3 കോണുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഒന്നാമത്തെ കഥ അല്ലെ. ട്രയാങ്കിളിന്റെ കാര്യത്തിൽ അങ്ങനെ 180 ആ തുകയെ നമ്പർ ഓഫ് ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ആംഗിളിന്റെ അളവ് കിട്ടും. അപ്പൊ അതിന്റെ ശ്രേണി ഇങ്ങനെ എഴുതിക്കൂടെ 180 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇനി അടുത്തത് സമ്മുകളുടെ രണ്ടും കഴിഞ്ഞു. സം ഓഫ് ദ ഇന്റീരിയർ കഴിഞ്ഞു, സം ഓഫ് ദ എക്സ്റ്റീരിയർ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു കോണുകളുടെ സം ഓഫ് ദ ഇന്റീരിയർ അല്ല, ഒരു കോണിന്റെ അളവ് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് സീക്വൻസ് എഴുതണം. അവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷനും കണ്ടെത്തണം. അപ്പൊ ഇവിടെ എങ്ങനെ അത് കണ്ടെത്തുക? ആ സമ്മിനെ ടോട്ടൽ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ട്രയാങ്കിളിന് കിട്ടി. ഇനി ഇവിടെയോ? ഇവിടെ എത്രയുണ്ട്? സം ഓഫ് ദ ഇന്റീരിയർ 360. എത്ര ആംഗിൾ ഉണ്ട്? 4. അപ്പൊ അതിന്റെ അത് എഴുതി. ഇനി അടുത്തത് എത്രയാണ്? സം ഓഫ് ദ ആംഗിൾസ് എത്രയാണ്? 540. നമ്പർ ഓഫ് ആംഗിൾസ് എത്രയാണ്? നമ്പർ ഓഫ് ആംഗിൾസ് 5. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? അപ്പൊ ആ സീക്വൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ആ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്നും വേണം നമ്മുടെ ആ ബീജഗണിത രൂപം കണ്ടെത്താൻ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്താൻ. നമുക്കറിയാം ടോട്ടൽ സം ഓഫ് ദ ആംഗിളിനെ നമ്പർ ഓഫ് ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിളിന്റെ അളവ് നമുക്ക് കിട്ടും. അതുപോലെ സ്ക്വയറിലും അങ്ങനെ തന്നെ. സം ഓഫ് ദ ആംഗിളിനെ നമ്പർ ഓഫ് ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മെഷർ ഓഫ് ദ വൺ ആംഗിൾ. അങ്ങനെ ആ ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അവയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്തുക? ഇത് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട്. മേലത്തെ ന്യൂമറേറ്ററിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് സമ്മിന്റെ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ കിട്ടിയത്? 180n എന്നാണ്. അതങ്ങനെ എഴുതുക. 180n എന്ന് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മറച്ചു വെച്ചാൽ കണ്ടില്ലേ? 180 ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിന് ബീജഗണിത രൂപം കിട്ടുന്നത് 180n എന്നാണ്. അത് എഴുതി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ എങ്ങനെ വന്നിട്ടുള്ളത്? 3, 4, 5 എന്നിങ്ങനെയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒന്ന് കണ്ടെത്താം. x1 3, x2 4, x3
5. അതിനൊന്ന് മാറ്റി എഴുതാം. 1 3 2 4 3 5. ഇവിടെ 3 4 5 അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വെച്ചാ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? എത്ര വെച്ചാണ്? ഈ 1നോട് കൂടി എത്ര ആഡ് ചെയ്തു? 2. 3 കിട്ടി. 2നോട് കൂടി 2 4 കിട്ടി. 3നോട് കൂടി 2 5 കിട്ടി. അപ്പോൾ നമുക്ക് അതിന്റെ xn എങ്ങനെ എഴുതാം? xn ഈസ് ഈക്വൽ ടു എഴുതാം n+2 എന്ന് എഴുതിക്കൂടെ? n+2. അങ്ങനെയെങ്കിൽ ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 180 xn ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ n+2 എന്ന് എഴുതിക്കൂടെ? 3 4 5 എന്നുള്ളതിന് n+2 എന്ന് കിട്ടി. ആൾജിബ്രായിക് എക്സ്പ്രഷൻ n+2 കിട്ടി. അതുപോലെ 180 360 540 എന്നുള്ളതിന് 180 n എന്നും കിട്ടി. അപ്പൊ ടോട്ടൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്താ കിട്ടിയത്? ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈസ് ഈക്വൽ ടു 180 n ഡിവൈഡഡ് ബൈ n+2. ക്ലിയർ? അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് എക്സ്റ്റീരിയർ ആംഗിളിന്റെയാണ്. ഇനി കാണേണ്ടത് എക്സ്റ്റീരിയർ ആംഗിളുകളുടെ ഒരു ബാഹ്യകോണിന്റെ അളവുകളുടെ സീക്വൻസ്. അപ്പൊ അതെങ്ങനെ കണ്ടെത്തുക? ടോട്ടൽ അല്ലെ, ടോട്ടൽ നമ്പർ, അതായത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾ. ട്രയാംഗിളിന്റെ കാര്യം എടുക്കുമ്പോൾ അതെന്താ വരിക? നമ്മൾ കണ്ടു സം ഓഫ് എക്സ്റ്റീരിയർ എല്ലാറ്റിലും 360 അങ്ങനെ വരികയാണ്. 360നെ നമ്പർ ഓഫ് ആംഗിളുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ 3. അടുത്തതോ 360 തന്നെയാണ് എല്ലാറ്റിലും വരുന്നത്, ബാഹ്യകോണുകളുടെ സമ്മ്. 360 ഡിവൈഡഡ് ബൈ 4. ഇവിടെ വരുന്നതോ 360 ഡിവൈഡഡ് ബൈ 5. അപ്പൊ അതിന്റെ ഒരു സീക്വൻസ് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതെങ്ങനെ കണ്ടെത്തുക? നമ്മൾ ഇവിടുത്തെ നോക്കാം. നേരത്തെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ തന്നെ 360 360 360. ഓട്ടോമാറ്റിക്കലി ഇവിടെ ആൾജിബ്രായിക് എക്സ്പ്രഷനിലെ ന്യൂമറേറ്റർ എന്ത് തന്നെ വരിക? 360 ഡിവൈഡഡ് ബൈ ഇനി 345. 345 വരുമ്പോ നമ്മളിപ്പോ നേരത്തെ കണ്ടെത്തിയല്ലോ. എന്താണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരിക? 345 എന്ന് വരുമ്പോ n+2 എന്താ വരിക? n+2. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ? xn ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n+2. ഈ n+2 എങ്ങനെ വന്നതെന്ന് തൊട്ട് മുന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലെ. അപ്പൊ അതൊന്ന് നോക്കി മനസ്സിലാക്കുക. 345 എന്ന് വന്നതുകൊണ്ടാണ് n+2 എന്ന് വന്നത്. അപ്പൊ അത് അവിടെ ക്ലിയർ ആയി. അപ്പൊ ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n+2 എന്ന് കിട്ടുന്നു. ഇന്ന് ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.